സുവിശേഷവീഥി. സർവേശപുത്രനുയർത്തു സമ്മോദമെങ്ങും തളിർത്തു, സ്വർലോകവാതിൽ തുറന്നു, ദിവ്യപ്രകാശം പരന്നു. സർവേശപുത്രനുയർത്തു സമ്മോദമെങ്ങും തളിർത്തു, സ്വർലോകവാതിൽ തുറന്നു, ദിവ്യപ്രകാശം പരന്നു. മർത്യരെ തേടി അലഞ്ഞു, മർത്യനു ശാന്തി പകർന്നു. മർത്യനെ തേടി അലഞ്ഞു, മർത്യനു ശാന്തി പകർന്നു. വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം, നൽകേണമേ സ്വർഗദാനം. സർവേശപുത്രനുയർത്തു സമ്മോദമെങ്ങും തളിർത്തു, സ്വർലോകവാതിൽ തുറന്നു, ദിവ്യപ്രകാശം പരന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകം എമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ അഥവാ ഉത്ഥാന പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏവർക്കും ഊഷ്മളമായ ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ നേരുകയാണ്. രക്ഷയുടെയും പ്രത്യാശയുടെയും അനുഭവമാണ് ഉത്ഥാന തിരുനാൾ നൽകുന്ന സന്ദേശം. സ്നേഹവാനായ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആത്മീയ മരണത്തിൻ്റെ വക്താവായി തീർന്നു. യഹോവയെ ദൈവം ആദ്യ മാതാപിതാക്കളോട് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ശാരീരികമായി മരിച്ചില്ല, ആത്മീയമായിട്ട് അവർ മരിച്ചു. ഇവിടെ ഈ ആത്മീയ മരണത്തെ മനുഷ്യനിൽ ആദ്യ മാതാപിതാക്കൾക്ക് ഉണ്ടായ ഈ ആത്മീയ മരണത്തെ ഒരു ആത്മീയ ജനന പ്രക്രിയയാക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നതും ക്രൂശിൽ മരിച്ചതും ഉത്ഥാനം ചെയ്തതും എന്നുള്ളത്. ഈ മരണത്തെ ആണ് തൻ്റെ ഉത്ഥാനത്തിലൂടെ കർത്താവ് പരാജയപ്പെടുത്തിയത്. ഒന്നാം ആദാം പർദീസായിലെ ഒരു വൃക്ഷത്തിൽ അല്ലെങ്കിൽ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിൽ ഫലം ഭക്ഷിക്കരുത് എന്ന് അമർച്ചയായി യഹോവയെ ദൈവം കൽപ്പിച്ചു. ഒരു മരം മൂലമാണ് ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നത്. അത് കൽപ്പന ലംഘിച്ച് പോയി. മരം മൂലമുണ്ടായ ഒരു പാപം മരത്താൽ നീങ്ങുകയാണ്. മരക്കുരിശിൽ കർത്താവ് കാൽവറിയിലെ യാഗമായി തീർന്നതോടുകൂടി കുരിശാകുന്ന മരണത്തിലൂടെ കർത്താവ് ആ നിത്യജീവൻ കരഗതമാക്കി എന്നുള്ളതാണ്. ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അനുസൃതമായ ജീവിത രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നാം നവീകരിക്കപ്പെട്ടവർ ആകും എന്നുള്ളതാണ്. കല്ലറയുടെ വാതിൽക്കൽ ഉള്ള കല്ല് ആര് ഉരുട്ടി മാറ്റും എന്ന ഭയാശങ്ക നിമിത്തം, അങ്ങനെ ഒരു ആകുലത നിമിത്തം കല്ലറയ്ക്ക് സമീപത്തേക്ക് കടന്നു വരുന്ന ഏതാനും സ്ത്രീകൾ, പീലാത്തോസ് വലിയൊരു കല്ലെടുത്ത് ആണ് കർത്താവിൻ്റെ കല്ലറയ്ക്ക് സമീപം പടയാളികളെ കാവൽ നിർത്തിയത്. എന്നാൽ അദൃശ്യമായിട്ട് മാലാഖമാർ ആ കല്ലറയെ കാത്തുകൊണ്ട് ഇരുന്നിരുന്നു. ഇതുപോലെയുള്ള കല്ലുകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകാം, തടങ്കൽ പാറകൾ ജീവിതത്തിലുണ്ടാകാം. യേശുക്രിസ്തുവിനെ കാണുവാൻ വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളെന്താണ്? ലൗകികമായ കാര്യങ്ങളൊക്കെ ഒക്കത്തിലുണ്ടാകാം. ക്രിസ്തുവുമായി ഒരു ബന്ധത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്ന ഘടകങ്ങൾ എന്താണ്?
പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവർ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ആ പക്ഷപാതക്കാരനെ ഇറക്കിയത് ആ തടസ്സമായി നിന്ന് മേൽക്കൂര പൊളിച്ചാണ്. അതുപോലെ തന്നെ യേശുവിനെ സമീപിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു പ്രമാണി പറയുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കൽപ്പനകൾ പാലിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകുമെന്ന് പറയും. അവൻ വലിയ സമ്പന്നനാകിയാൽ ഈ വചനത്തെങ്കിൽ വിഷാദിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പലായനം ചെയ്യുന്ന അവൻ്റെ ജീവിതത്തിൽ അവന് പണമായിരുന്നു, ധനമായിരുന്നു ദൈവവുമായിട്ടുള്ള സുദൃഢമായ ബന്ധത്തിന് തടസ്സമായി നിന്നത്. ഈ ഉത്ഥാന പെരുന്നാൾ ആചരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കല്ലുകൾ എന്താണ്? എൻ്റെ ജീവിതത്തിൽ വിഘാതമായി നിൽക്കുന്ന, ദൈവത്തെ അറിയാതിരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ പര്യാപ്തമായിരിക്കുന്ന കല്ലുകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റപ്പെടുമ്പോഴാണ് ക്രിസ്തുവിങ്കിലേക്കുള്ള പാത സുഗമമായിട്ട് തീരുന്നത്. ഇസ്രായേൽ മക്കൾ കനാനിലേക്കുള്ള തീർത്ഥയാത്ര നടത്തുമ്പോൾ അവർക്ക് പല പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നു, വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നു, ഒരു ചെങ്കടൽ കടന്ന് മുമ്പോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷവും വന്നു. മോശ തൻ്റെ വഴി നീട്ടി, ചെങ്കടലിൽ നീട്ടി, യഹോവയുടെ നിർദ്ദേശപ്രകാരം ചെങ്കടലിൽ വഴി നീട്ടി അത് രണ്ടായിട്ട് ഭാഗിക്കുകയും ഉണങ്ങിയ നിലത്തോടുകൂടി ഇസ്രായേൽ മക്കൾ മറുകര കയറുകയും ചെയ്യുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ഒരു അവ്യക്തതയുടെ ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ശവകുടീരം കാണുന്നുണ്ട്, കല്ല് കാണുന്നുണ്ട്, ഇരുളിൻ്റെ അനുഭവം കാണുന്നുണ്ട്. അവ്യക്തതയാണ്. ഈ അവ്യക്തതയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും. സുദൃഢമായിട്ട് എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാത്ത ഒരു വ്യക്തതയില്ലായ്മ ജീവിതത്തിൽ ഉണ്ടാകാം. എന്താണ് അതിന് കാരണം? ക്രിസ്തുവുമായിട്ടുള്ളൊരു സഖിത്വത്തിൽ നിന്ന് നാം വേറിട്ട് നിൽക്കുമ്പോൾ, ഒരു ഉപവാസമോ പ്രാർത്ഥനയോ അതിൻ്റെ ഒരു അന്തരീക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ജീവിതത്തിൽ ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥാവിശേഷം ജീവിതത്തിൽ സംജാതമായിട്ട് തീരും. ഇവിടെയും അവ്യക്തതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം എപ്രകാരമാണ്? അവ്യക്തമായിട്ട് തുടരുകയാണോ അതോ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണോ എൻ്റെ ജീവിതം എന്ന് ആത്മപരിശോധന നടത്തുക. യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനവുമായിട്ട് താതാത്മ്യം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പല രീതിയിലുള്ള ഒരു ഉത്ഥാനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എൻ്റെ പാപമംഗലമായ ജീവിതത്തെ കുഴിച്ചിട്ടെങ്കിൽ മാത്രമേ ഒരു പുതിയ ഉത്ഥാനത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ ആവുകയുള്ളൂ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഗോതമ്പ് ഒന്ന് ഇല്ലാതായെങ്കിൽ മാത്രമേ വേറൊന്ന് ഉണ്ടാവുകയുള്ളൂ. നിലത്ത് ഗോതമ്പ് മണി ഇല്ലാതായെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഒരു സസ്യം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മുന്തിരിച്ചെടിയിലുള്ള മുന്തിരിങ്ങ ഇല്ലാതായെങ്കിലും അല്ലെങ്കിൽ വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട്, ഒലിവിൻകായ എണ്ണയായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട്. അതൊക്കെ വൃക്ഷത്തിൽ നിൽക്കുമ്പോൾ, ഒലിവിൻ്റെ മരത്തിൽ നിൽക്കുമ്പോൾ അതിന് ആയുസ് പരിമിതമാണ് ആ കായ്ക്കൊക്കെ. പക്ഷേ അത് എണ്ണയായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അത് അനശ്വരമായിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ നിലനിൽക്കും. വീഞ്ഞും അതുപോലെയാണ്. മുന്തിരി പഴത്തിന് ആയുസ് കുറവാണ്, പക്ഷേ മുന്തിരിപ്പഴം വീഞ്ഞാക്കി മാറുമ്പോൾ അത് ഒരു അനശ്വരതയാണ്. അത് എത്ര വർഷം വേണമെങ്കിലും അത് കേടുകൂടാതെ നിലനിൽക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉത്ഥിതനായ കർത്താവ് പലരെയും സന്ദർശിക്കുന്നുണ്ട്. ഉത്ഥാനം ചെയ്തതിന് ശേഷം ഉത്ഥിതനായ കർത്താവ് ആദ്യമായിട്ട് ദർശനം കൊടുക്കുന്നത് മഗ്ദലന മറിയയ്ക്കാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ മ്ലാനവതരായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തു അവരോടൊപ്പം ചേർന്ന് നടക്കുകയും, നിങ്ങളെന്താണ് മ്ലാനവതരായിട്ട് നിങ്ങളുടെ മുഖം മാടിയിരിക്കുന്നത് എന്താണെന്ന് കർത്താവ് ചോദിക്കും. കർത്താവാണെന്ന് അവരറിയുന്നില്ല. നീ വിദേശത്ത് നിന്ന് വരികയാണോ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ക്രിസ്തുവിൻ്റെ കൂടെ അനുധാവനം ചെയ്തത്. കഴിഞ്ഞ ദിവസം യഹൂദന്മാർ അവനെ പിടിച്ച് കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരാശയാണ്, ഞങ്ങൾക്ക് ദുഃഖമാണ്. കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അവരോടൊപ്പം അവരുടെ ഭവനത്തിൽ ചെന്ന് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുമ്പോഴാണ് അവരുടെ കണ്ണ് തുറന്ന് അത് കർത്താവാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. ആദ്യം വചനം വായിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ട്. അത് പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് കർത്താവ് അപ്പം വാഴ്ത്തി നുറുക്കി കുർബാനയുടെ അനുഭവത്തിലേക്ക് അവരെ ആക്കി തീർക്കുമ്പോഴാണ് അവരുടെ ഉൾക്കണ്ണുകൾ തുറന്ന് കർത്താവിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. പലരും പറയും വചനം കൊണ്ട് മാത്രം മതി എന്നുള്ളതാണ്. വചനമല്ല, അതിനേക്കാൾ കൗതാശികമായ ജീവിതം രണ്ടും കൂടെ സമന്വയിച്ചെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണതയുടെ അനുഭവം സംജാതമായിട്ട് തീരുകയുള്ളൂ. പിന്നെ തോമാസ് ലീഹയുടെ അഭാവത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. തോമാസ് ലീഹ ഉള്ളപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. തിബെരിയോസ് കടൽ തീരത്ത് വെച്ച് പ്രത്യക്ഷപ്പെട്ടു. സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. ഈ ഒന്നാമത്തെ ദർശനമാണ് നമുക്ക് ഇന്ന് വിഷയീഭവിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ദർശിച്ചത് ഒരു സ്ത്രീയാണ്. ഇവിടെ കൂടെ നിന്നിരുന്ന ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചു.
യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരു ശിഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹയുടെ സാന്നിധ്യമേ ക്രൂശിൻ്റെ ചുവട്ടിൽ കാണുന്നുള്ളൂ. ഏതാനും സ്ത്രീകളും അവിടെയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അമ്മയുണ്ട്, പിന്നെ അതുപോലെയുള്ള കുറച്ച് സ്ത്രീകൾ അവിടെ കാണുന്നുണ്ട്. അവർക്കാണ് ഉത്ഥാനത്തിൻ്റെ ആദ്യത്തെ ദർശനം സ്ത്രീകൾക്ക് ആണ് ലഭ്യമായി തീരുന്നത്. ഈ മഗ്ദല മറിയാമിനും അതുപോലെ ഉള്ള ഒരു ഭാഗ്യകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 7 ഭൂതം ബാധിച്ച ഒരു സ്ത്രീ എന്നാണ് മഗ്ദല മറിയാമിനെ ബൈബിള് പരിചയപ്പെടുത്തുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഈ പൈശാചികമായ അധീനതയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് മഗ്ദല മറിയാം. പക്ഷേ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. ആ ജീവിതം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയിത്തീർന്നു. ഭൂതത്തിൻ്റെയും പൈശാചികമായ ആധിപത്യം എല്ലാം മാറിയിട്ട് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായൊരു രീതിയിലേക്ക് ജീവിതത്തെ അവളാക്കി തീർക്കുകയാണ്. തൻ്റെ ഒരു സമയത്തെ ഏറ്റവും ഇരുൾ മൂടിയ ഒരു ജീവിതത്തെ പ്രകാശമാനമാക്കി തീർത്തത് കർത്താവാണ്. അതിൻ്റെ നന്ദി പ്രകടനമായിട്ടാണ് അധികാലത്ത് അല്ലെങ്കിൽ രാത്രിയിൽ ഇരുട്ടുള്ളപ്പോൾ തന്നെ നന്ദി പ്രകടനത്തിൻ്റെ സൂചനയായിട്ട് തൈലം പൂശുവാൻ വേണ്ടി അവൾ കല്ലറയിലേക്ക് കടന്നു വരുന്നത്. ഇതുപോലെ ഒരു നന്ദി പ്രകടനം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ മഗ്ദല മറിയം ചെയ്തതുപോലെ നാം നന്ദികേടാണ് കാണിക്കുന്നത്. പലപ്പോഴും നമ്മളെ കൈപിടിച്ചുയർത്തിയ അനേകം ആളുകളുണ്ട്. നമ്മുടെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന്, സാമ്പത്തിക പരാധീനതയിൽ നിന്ന് ഒക്കെ പലരും കൈത്താങ്ങൽ നൽകി, സഹായഹസ്തം നൽകി നമ്മെ കൈപിടിച്ച് ഉയർത്തി. പക്ഷേ അതിൽ നമ്മളെ സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ അതെല്ലാം വിസ്മരിക്കുകയാണ്. അതെല്ലാം മറന്ന് കൊണ്ടുള്ള ഒരു രീതിയിലെ ജീവിതമാണ് പൊതുവെ ഇന്ന് കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. കർത്താവ് കുർബാന സ്ഥാപിച്ചതിന് ശേഷം പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിപ്പീൻ. പക്ഷേ ഓർമ്മയേക്കാൾ ഉപരിയായിട്ട് മറവിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നന്ദികേടിൻ്റെ വക്താക്കളായിട്ട് നാം ഓരോരുത്തരും മാറുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ മഗ്ദല മറിയാം ദർശിച്ചപ്പോൾ കർത്താവിനെ യഥാർത്ഥമായിട്ടും വിവേചിച്ചറിയുവാൻ മഗ്ദല മറിയാമിന് സാധിക്കുന്നില്ല. മഗ്ദല മറിയാം ചോദിക്കുന്നുണ്ട്, യജമാനെ നീ തോട്ടക്കാരനാണോ? നീ എൻ്റെ ഗുരുവിൻ്റെ ശരീരം നീ എവിടെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവിനെ അറിയേണ്ട രീതിയിൽ അറിയുക എന്നുള്ളതാണ് അടുത്ത സന്ദേശം. ഗോത്രപിതാവായ യാക്കോബ് കൗശലത്തിലൂടെ ജ്യേഷ്ഠാവകാശം കരസ്ഥമാക്കി. തനിക്ക് അർഹതപ്പെട്ടതല്ല എങ്കിൽ പോലും അനർഹമായിട്ട് പിതാവിനെയും സഹോദരനെയും വഞ്ചിച്ച് ജ്യേഷ്ഠാവകാശം കരസ്ഥമാക്കിയതിന് ശേഷം അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നേരെ ഉരുട്ടി അവിടെ കിടന്ന് ഒരു കല്ലെടുത്ത് തലയണയെ വെച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ദർശനം കണ്ടു. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവേണി, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മഹനീയമായ ഏറ്റവും അസുലഭമായ കാഴ്ചയാണ് യാക്കോബ് കാണുന്നത്. അതിനുശേഷം യാക്കോബ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞില്ല എന്നുള്ളത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്, പക്ഷേ ഞാനത് അറിഞ്ഞില്ല എന്ന് പരിതപിക്കുന്നു. അതിനുശേഷം ഒരു നേർച്ച നേരുന്നുണ്ട്, ഞാൻ ഈ പോകുന്ന യാത്ര സഫലമാവുകയും എനിക്ക് ഭക്ഷിപ്പാൻ ഭക്ഷണം തരികയും ധരിപ്പാൻ വസ്ത്രം തരികയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ദൈവത്തെ അറിയേണ്ട രീതിയിൽ അറിയാൻ യാക്കോബിന് സാധിച്ചില്ല. 20 വർഷക്കാലം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇരുളടഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് യാക്കോബ് കടന്നു പോകുന്നത്. ലാബാൻ്റെ ഭവനത്തിൽ കബളിപ്പിക്കപ്പെടുന്ന യാക്കോബിനെയാണ് അവിടെ കാണുന്നത്. ദൈവദൂതന്മാരെ അഭിമുഖമായി ദർശിച്ചിട്ട് അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ജീവിതമല്ല യാക്കോബിൻ്റെ ജീവിതത്തിൽ 20 വർഷക്കാലം കാണുന്നത്. ലാബാനോട് പറയുന്നു, നിൻ്റെ ഇളയ മകളായ റാഹേലിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ലാബാൻ കബളിപ്പിക്കുകയാണ്. 7 വർഷക്കാലം നീ എനിക്ക് അടിമപ്പണി ചെയ്യുക. അതിനുശേഷം കൊടുക്കുന്നത് മൂത്ത മകളായ ലേയയാണ് കൊടുക്കുന്നത്. ഇളയ മകളായ റാഹേലിനെയാണ് യാക്കോബ് ആഗ്രഹിച്ചത്. അവിടെ കബളിപ്പിക്കപ്പെടുന്ന യാക്കോബിനെയാണ് അവിടെ കാണുന്നത്. ജീവിതത്തിൽ ദൈവത്തെ അറിയേണ്ട രീതിയിൽ അറിയുവാൻ എനിക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവ്യക്തമായിട്ടുള്ള അറിവ് അപകടമാണ്. മഗ്ദല മറിയാം യേശുക്രിസ്തുവിനെ അഭിമുഖമായി ദർശിച്ചുവെങ്കിലും പക്ഷേ ക്രിസ്തു ആണ് എന്ന് തിരിച്ചറിയാത്ത എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ പോലെ ക്രിസ്തുവിനെ അറിയുന്നില്ല മഗ്ദല മറിയാം. ഒരു തോട്ടക്കാരനായിട്ടാണ് അവിടെ മഗ്ദല മറിയാം കാണുന്നത്. അടുത്തതായിട്ട് ഒരു അന്വേഷണത്തിൻ്റെ ചിത്രമാണ്. എൻ്റെ കർത്താവിനെ നീ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കർത്താവിനോട് തന്നെ ചോദിക്കുന്നത്. പക്ഷേ തോട്ടക്കാരനാണെന്നുള്ള ഒരു ധാരണയിലാണ് മഗ്ദല മറിയാം അവിടെ ഇടപെടുന്നത്. അവനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കർത്താവിനെ കല്ലറയിൽ കാണുന്നില്ല, നീ എവിടെ കൊണ്ട് വെച്ചു എന്ന്. തോട്ടക്കാരൻ മോഷ്ടിച്ച് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ധാരണയാണ് മഗ്ദല മറിയാമിനുണ്ടാകുന്നത്. അവിടെ ജീവിതത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം, അന്യത്തിൻ്റെ ജീവിതത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, യേശുക്രിസ്തുവിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും ഷോക്കേസിലൊക്കെ വെച്ചിട്ടുണ്ട്.
എഴുതി വെച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ദ അൺസീൻ ഗസ്റ്റ് അറ്റ് എവറി മീൽ, ദ സൈലൻറ്റ് ലിസണർ ടു എവറി കോൺവെർസേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ വസിക്കുന്ന കുടുംബമാണെന്നൊക്കെ പറയും. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമായിരിക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്പർദ്ധയും വൈരാഗ്യവും അതുപോലെ തന്നെ സമാധാനം ഭഞ്ജിക്കപ്പെടുന്ന അവസ്ഥാവിശേഷവും അരാജകത്വവും ഒക്കെ ജീവിതത്തിൽ നടമാടുന്ന അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷം താറുമാറാകുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലി ഒരു കുടുംബനാഥനാണെങ്കിലും നായികയാണെങ്കിലും അവലംബിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രവർത്തന ഫലമായിട്ട്, ഒരു വ്യക്തിയുടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും ദുഷ്പ്രവണതകൾ കൊണ്ടും താറുമാറാകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവനായിട്ടുള്ള സമാധാന അന്തരീക്ഷമാണ്. ക്രിസ്തുവിനെ ഹൃദയാന്തർഭാഗത്ത് പ്രതിഷ്ഠിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നാണ് ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള അരുളപ്പാട്. നമ്മുടെ ഭവനം എപ്രകാരമാണ്, എവിടെയാണ് ക്രിസ്തുവിനെ വെച്ചിരിക്കുന്നത്? ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ട ക്രിസ്തുവിനെ പല ഭാഗത്തും അല്ലെങ്കിൽ വീടിൻ്റെ പല ഭാഗത്തും ഷോക്കേസിലും അങ്ങനെയുള്ള സ്വീകരണ മുറികളിലും ഒക്കെ പ്രതിഷ്ഠിക്കേണ്ട സ്ഥലത്ത് അല്ല ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം താറുമാറായി മുമ്പോട്ട് പോകുന്നത്, എൻ്റെ ജീവിതത്തിലെ അസമാധാനം മാറാത്തത്, എൻ്റെ ജീവിതത്തിലെ അരാജകത്വം മാറാത്തത്, എൻ്റെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥ മാറാത്തതിൻ്റെ പ്രധാന കാരണം ക്രിസ്തുവിനെ ഹൃദയാന്തർഭാഗത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്താത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് അതിനൊരു കുടുംബശൈലി ഏറ്റവും പ്രധാനമായിട്ട് നാം ചിന്തിക്കേണ്ടത് ബഥാനിയിൽ ആ ലാസറിൻ്റെ ഭവനമാണ് നമുക്ക് മാതൃകായോഗ്യമായ ഒരു ഏറ്റവും മാതൃകായോഗ്യമായ ഒരു ഭവനം എന്ന് പറയുന്നത്. ക്രിസ്തു എഴുന്നള്ളി താമസിക്കത്തക്ക രീതിയിലുള്ള അതിന് ഉപോത്ബലകമായിട്ടുള്ള രീതിയിൽ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ് ആ സഹോദരിമാരും ആ സഹോദരനും അവിടെ അവലംബിക്കുന്നത്. അതുകൊണ്ട് ആ സഹോദരിമാർ മാർത്തയും മറിയവും ലാസറും അടങ്ങുന്ന ഒരു കുടുംബം. ക്രിസ്തുവിൻ്റെ പ്രവർത്തന കേന്ദ്രം മിക്കവാറും ഗലീലയിലേക്കായിരുന്നു. നസ്രത്തിലായിരുന്നു, ഗലീലയിലായിരുന്നു പ്രവർത്തന മേഖല കഴിഞ്ഞു. കർത്താവ് യെരുശലേമിലേക്ക് ക്രൂശിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. യെരുശലേമിലെ കർത്താവിന് ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, ശത്രുക്കളാണ് ഏറ്റവും കൂടുതൽ, യഹൂദ പ്രമാണികളും പരീശ പ്രമാണികളും ഒക്കെ ഉള്ളത്. ആ ഒരു സ്വന്തം ദേശത്ത് നിന്ന് പലായനം ചെയ്ത് ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി കർത്താവ് യെരുശലേമിലേക്ക് കടന്നു വരുന്ന ഭവനമാണ് ആ ബഥാനിയിലെ ലാസറിൻ്റെ ഭവനം. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷവും ഓശാന പെരുന്നാളിന് ശേഷം കർത്താവ് ഒലിവുമലയിൽ നിന്ന് ദൈവസാന്നിധ്യം വെട്ടുന്ന യെരുശലേമിലേക്ക് തീർത്ഥാടന യാത്ര നടത്തി. അതിനുശേഷം ദേവാലയത്തിൽ പോയി എല്ലാം ക്രമമാണോ എന്ന് നോക്കിക്കണ്ടതിന് ശേഷം തിരികെ പോയി താമസിക്കുന്നത് ബഥാനിയിലാണ്, ലാസറിൻ്റെ ഭവനത്തിലാണ് പോയി താമസിക്കുന്നത്. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ അവിടെ നിന്നാണ് വീണ്ടും യെരുശലേമിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴൊരു അത്തിവൃക്ഷം കണ്ട് ആ അത്തിവൃക്ഷത്തിൽ ഫലം ഉണ്ടാകുമെന്ന് ഒരു ധാരണയിൽ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഫലമില്ലായിരുന്നു. അത്തിവൃക്ഷത്തെ കർത്താവ് ശപിക്കുകയാണ്. ഫലം ഇല്ലാത്ത അവസ്ഥയിൽ ആണ് അത്തിവൃക്ഷം. പക്ഷേ പുറമേ നോക്കുമ്പോൾ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുമല്ല. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ആഠ്യത്വമുണ്ട്, പാരമ്പര്യമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അകം നോക്കുമ്പോൾ ഒരു ഫലമില്ലാത്ത ഫലശൂന്യമായ ഒരു അവസ്ഥാവിശേഷമാണ്. പക്ഷേ അവിടെ പറയുന്നുണ്ട് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഔട്ട് ഓഫ് സീസൺ അല്ലാത്ത സമയത്താണ് കർത്താവ് ഫലം തിരയാൻ വേണ്ടി വരുന്നത്. ഇപ്പോഴേ ഒരു സീസണിൻ്റെ സമയം ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഉയർപ്പിന്ന് കഴിയുകയാണ്. ഈ 50 ദിവസം സീസണിൻ്റെ സമയമായിരുന്നു. അവിടെ നമ്മൾ ഏറ്റവും നല്ല മാന്യന്മാരായിരുന്നു. പക്ഷേ ഇനി നോക്കുമ്പോൾ, ഇന്ന് മുതലുള്ള ജീവിതം നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഔട്ട് ഓഫ് സീസൺ, അവിടെ കർത്താവ് ഈ അത്തിവൃക്ഷത്തിൽ ഫലം തിരയാൻ വന്ന കാലഘട്ടം എന്ന് പറയുന്നത് സീസൺ അല്ലാത്ത സമയത്താണ് കർത്താവ് വരാൻ പോകുന്നത്. അപ്പോൾ ഈസ്റ്ററിൻ്റെ സമയത്തിൽ അടിച്ചു പൊളിച്ച് ഒക്കെ ജീവിച്ച് മ്ലേച്ഛതയിലെ പഴയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്ററിന് നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ജീവിതത്തിലേക്ക് നാം ഇനി മടങ്ങി പോകാൻ പോവുകയായിരിക്കും മിക്കവാറും ആളുകൾ. അങ്ങനെ ആയിരിക്കരുത്. ജീവിതത്തിൽ യഥാർത്ഥമായിട്ടും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും ആയി തീരുക എന്നുള്ളതാണ്. ബഥാനിയിലെ ആ ലാസറിൻ്റെ ഭവനം അവരുടെ ജീവിതത്തിലൊരു ദുരന്തമുണ്ടായപ്പോൾ കർത്താവിനെ അറിയിച്ചു. പക്ഷേ കർത്താവ് കടന്നു വരുന്നില്ല. രോഗിയാണെന്ന് അറിയിച്ചു, കർത്താവ് കടന്നു വന്നില്ല. ലാസർ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴും 4 ദിവസം കഴിഞ്ഞാൽ കർത്താവ് കടന്നു വരുന്നത്. പക്ഷേ അവിടെ 2 സഹോദരിമാർ വളരെ ആകാംക്ഷയോടുകൂടി ഗുരുവിനെ കാത്തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. താമസിച്ചാണെങ്കിൽ പോലും കർത്താവ് വരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ആ സഹോദരിമാർക്ക് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഇതുപോലെയുള്ളൊരു കാത്തിരിപ്പ് ഉണ്ടാകണം. അതായത് കർത്താവിനെ എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം പ്രധാനമായിട്ടും നാം ചിന്തിക്കേണ്ടത്. യേശുക്രിസ്തുവിന് എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ആഘോഷങ്ങളുടെ അതിപ്രസരത്തിൽ കർത്താവ് വിസ്മരിച്ചു പോവുകയാണോ? ഈസ്റ്ററിൻ്റെ ആണെങ്കിലും ക്രിസ്മസിൻ്റെ ആണെങ്കിലും ആ ഒരു അതിപ്രസരം വരുമ്പോൾ അത് പെരുന്നാളിൻ്റെയൊക്കെ ആണെങ്കിലും ആ സീസണിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു അന്തസ്സത്തെ മറന്നുകൊണ്ടുള്ളൊരു പെരുന്നാൾ ആഘോഷവും ഇതുപോലെ തന്നെ ഈസ്റ്റർ ആഘോഷവും ക്രിസ്മസ് ആഘോഷവും ഒക്കെ
ഞാൻ എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ തിരുജനനത്തെ അനുസ്മരിക്കുന്ന ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ക്രിസ്തു എന്നിൽ പൂജാതനാകുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ഉത്ഥാന പെരുന്നാൾ ഞാൻ ആചരിക്കുന്നത് ക്രിസ്തു എന്നിൽ ഉത്ഥിതനാകാൻ വേണ്ടിയാണ്. പെരുന്നാൾ, പരിശുദ്ധന്മാരുടെ പെരുന്നാളുകളൊക്കെ ആചരിക്കുന്നത് പരിശുദ്ധന്മാരുടെ ജീവിത മാതൃക എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി ആണ് ഈ പെരുന്നാൾ ആഘോഷവും അതുപോലെ തന്നെ ഈസ്റ്റർ ആഘോഷവും ഒക്കെ നമുക്ക് നൽകുന്ന ആ ഒരു സന്ദേശം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി എൻ്റെ ജീവിതത്തിൽ അപഗ്രഥനം നടത്തി ഈ പെരുന്നാളുകളും ഈ ആഘോഷങ്ങളും ഒക്കെ നാം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രാധാന്യം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പെരുന്നാളാണോ ഞാൻ ആചരിക്കുന്നത്? ഒരു ആഘോഷമാണോ ഞാൻ ആചരിക്കുന്നത്? നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ഈ 50 ദിവസത്തെ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ഒക്കെ വിസ്മരിച്ച് ആഘോഷങ്ങളുടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ അതിപ്രസരത്തിൽ അതൊന്നും വേണ്ട എന്നല്ല, അതൊക്കെ ന്യായമായിട്ടുള്ള ആഘോഷങ്ങൾ കർത്താവ് തന്നെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്, കർത്താവ് അതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. കർത്താവ് തന്നെ പെസഹ പെരുന്നാളിനും യഹൂദന്മാരുടെ എല്ലാ പെരുന്നാളുകൾക്കും കർത്താവ് സംബന്ധിച്ചിട്ടുണ്ട്. പെരുന്നാളിന് പോകുവിൻ എന്ന കർത്താവ് ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ രഹസ്യമായിട്ടാണ് വീണ്ടും പെരുന്നാളിന് പോകുന്നത്. ക്രിസ്തുവിനെ ഹൃദയാന്തർഭാഗത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായിരിക്കണം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പല പെരുന്നാളുകളും ആഘോഷങ്ങളും ഈസ്റ്റർ ആഘോഷങ്ങളും ഒക്കെ എന്ന് പറയുന്നത് ഭക്തിസാന്ദ്രമായിട്ടുള്ള ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നാം കൊണ്ടാടി. പക്ഷേ ദുഃഖവെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ വരുന്ന ദിവസമാണ്. എന്താണ്? പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്തു മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ക്രിസ്തു ജീവനോടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ക്രിസ്തു മരിച്ചെന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ എൻ്റെ പഴയ മ്ലേച്ഛതയിലേക്കും അധർമ്മങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന യേശുക്രിസ്തുവിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മോട് തന്നെ ചോദിക്കുക, ഇനി ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എവിടെയാണ്? എൻ്റെ ഭവനത്തിലുണ്ടോ? എൻ്റെ അരക്ഷിതാവസ്ഥയും പ്രാർത്ഥനയില്ലാത്തൊരു ഭവനമൊക്കെ ആണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭവനത്തിൽ ക്രിസ്തു ഉണ്ടാവുകയില്ല. ബഥാനിയയിലെ ലാസറിനെ പോലെ ഒരു ഭവനമാകണം. ഒരു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്ക രീതിയിലുള്ള അതിന് ഉപോത്ബലകമായിട്ടുള്ള ജീവിത വിശുദ്ധി പരിരക്ഷിക്കുന്ന ഒരു ഭവനത്തിൽ ക്രിസ്തു നായകനായിട്ട് വിരാജിക്കും എന്നുള്ളതാണ്. പേര് ചൊല്ലി ഇവിടെ ഉത്ഥിതനായ കർത്താവ് മറിയാമിനെ പേര് ചൊല്ലി വിളിക്കുന്നതാണ്. ഏറ്റവും ഭാഗ്യകരമായ അനുഭവമാണ് പേര് ചൊല്ലി വിളിക്കുന്നത്. ജീവിത പാതയിൽ പിന്നിട്ട അനുഭവങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുക. ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ 40 അല്ലെങ്കിൽ പലപ്പോഴും പലരും 25 നോമ്പിന് ശേഷം നോക്കിയവരുണ്ട്, മുഴുവൻ നോക്കിയവരുണ്ട്. നോക്കി യഥാർത്ഥമായിട്ട് എൻ്റെ ജീവിതത്തിൽ സത്യകുമ്പസാരം നടത്തി എൻ്റെ പഴയകാല ജീവിതത്തിലെ പാപങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഞാനൊരു ആത്മപരിശോധന നടത്തേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ജീവിതത്തിലെ എന്തൊക്കെയാണ് ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ളത്? മറഞ്ഞിരിക്കുന്ന പാപങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. എന്തൊക്കെയാണ് മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ? ജീവിതത്തിൽ ബാല്യ അവസ്ഥയിൽ പാപങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കൗമാരാവസ്ഥയിലും യൗവനാവസ്ഥയിലൊക്കെ ചെയ്ത പാപങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒളിപ്പിച്ചു വെച്ച പാപങ്ങളെ ഈ ഹോളി വീക്കിൽ അല്ലെങ്കിൽ സത്യ കുമ്പസാരത്തിൽ ഞാൻ തുറന്നു വിട്ടിട്ടുണ്ടോ എന്ന ആത്മപരിശോധന നടത്തുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഉത്ഥിതനായ ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. പാപം ഒളിപ്പിച്ചു വെച്ച ദാവീദിനെ പോലെ രഹസ്യ പാപങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒന്നും തന്നെ തുറന്നു വിടാതെ പാപമംഗലമായ ജീവിതത്തിന് ഉടമകളായിട്ട് എൻ്റെ ജീവിതം വിരാജിക്കുന്നുണ്ടോ? ഉത്ഥിതനായ ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ പാപമംഗലമായ ജീവിതത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അനുദിന ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എങ്ങനെയാണ്? ഒരു തോട്ടക്കാരനെ പോലെയാകാം, ഒരു യാചകനെ പോലെയാകാം, ഒരു വഴിപോക്കനെ പോലെയാകാം. ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ചിലപ്പം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലായിരിക്കും കടന്നു വരുന്നത്, ഒരു യാചകൻ്റെ വേഷത്തിൽ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് വിശന്ന് എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. നിങ്ങൾ വേറൊരാൾക്ക് ചെയ്യാതിരിക്കുന്നത് എനിക്ക് ചെയ്യാതിരിക്കുന്നതിന് തുല്യമാണ്, വേറൊരാൾക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈസ്റ്ററിൻ്റെ അന്തസത്ത ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉത്ഥിതനായ ക്രിസ്തുവിൽ പുതുക്കപ്പെടുന്ന അനുഭവം കണ്ടാൽ ക്രിസ്തുവിലാകുന്നവർ പുതു സൃഷ്ടിയാകുന്ന പഴയത് കഴിഞ്ഞുപോയി. പഴയകാല ജീവിതത്തെ പൂർണ്ണമായിട്ടും കുഴിച്ചു മൂടി, ക്രൂശീകരണത്തോടുകൂടി കുഴിച്ചു മൂടിയിട്ട് ഒരു പുതിയ ഈസ്റ്ററിൻ്റെ ആ ഒരു ശാശ്വതമായ സന്ദേശം എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും അന്വർത്ഥമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഏവർക്കും സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഊഷ്മളമായിട്ടുള്ള ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ നേരുകയും ചെയ്യുന്നു.